എന്നെ എപ്പോഴും ജയിലിലിടാൻ ഞാൻ എന്ത് അപരാധം ചെയ്തത് ബിഗ് ബോസേ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്നെ ഇങ്ങനെ ഇവർ സ്ഥിരമായിട്ട് ജയിലിലിടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇത് ചോദിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ അനീഷേട്ടനാണ്. ഈ പ്രാവശ്യവും അനീഷേട്ടനെയാണ് ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. അനീഷേട്ടനെ മാത്രമല്ല, കൂടെ നമ്മുടെ കുട്ടിയുമുണ്ട്, നമ്മുടെ കുഞ്ഞു കുട്ടിയുമുണ്ട്. ആരാന്നല്ലേ നമ്മുടെ അനുമോള്. അപ്പോൾ ഇവർ രണ്ടുപേരും ആണല്ലോ ടോപ്പിലുള്ള ആൾക്കാർ. ഇവർ തന്നെയാണ് ഈ പ്രാവശ്യവും ജയിലിൽ പോകുന്നത്. കഴിഞ്ഞ 3 വീക്കായിട്ട് നമ്മുടെ അനീഷേട്ടൻ തന്നെയാണ് ജയിലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യം തന്നെ ലാലേട്ടൻ പറഞ്ഞു ഹാട്രിക് ആണല്ലോ അനീഷയെന്ന്. ഈ പ്രാവശ്യവും അനീഷേട്ടനെ അവർ ജയിലിലേക്ക് അയച്ചു. എന്താണ് കാരണമെന്നല്ലേ? രാവിലെ അപ്പി കക്കൂസി കണ്ട കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ കക്കൂസിൽ അപ്പിയെ കണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ അനീഷേട്ടൻ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് ചെന്നപ്പോൾ അവിടെ അപ്പി ആര് വെള്ളം ഒഴിക്കാതെ അപ്പി അവിടെ കിടക്കുന്നു. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരംകാരെ അപ്പി എന്ന് പറഞ്ഞാൽ കുഞ്ഞേന്നാണ്. പക്ഷേ വടക്കോട്ട് എൻ്റെ അച്ഛൻ്റെ നാട് തൃശ്ശൂരായതുകൊണ്ട് എൻ്റെ വടക്കോട്ട് അപ്പിന്ന് എറണാകുളം ഭാഷ, എറണാകുളത്തോട്ടൊക്കെ അപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷിറ്റ് അതാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെ ബാത്റൂമിൽ കിടക്കുന്ന കണ്ട് രണ്ടിന് പോയിട്ട് ആരും വെള്ളം ഒഴിച്ചില്ല. വെള്ളം ഒഴിക്കാത്ത കാര്യം കണ്ടപ്പോഴത്തേക്ക് അനീഷേട്ടൻ എന്തു ചെയ്തു? ഹൗസ് ക്യാപ്റ്റനായ സാബുമാൻ എടുത്ത് പറഞ്ഞു. സാബുമാൻ അത് ബാത്റൂം ക്യാപ്റ്റനായ ആര്യനുമായിട്ട് ഡിസ്കസ് ചെയ്തു. അത് കേട്ടിട്ട് ആര്യൻ കിച്ചണിൽ നിന്ന് അനീഷ് 2-3 പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ നേരെ നിങ്ങളൊന്ന് വെള്ളം ഒഴിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അത് അനീഷേട്ടനെ നോക്കിയെന്നാണ് അനീഷേട്ടൻ്റെ പരാതി. അപ്പോൾ അനീഷേട്ടൻ ചൂടായി. നീ എന്തിനാണ് ആര്യ എന്നെ നോക്കുന്നത്? ഞാനല്ലേ ക്യാപ്റ്റനോട് വന്ന് പറഞ്ഞത് എന്നുള്ള സംസാരം രാവിലെ അതൊരു സംസാര വിഷയമായിരുന്നു. ഇത്തിരി നേരം ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ചൊല്ലിയാണ് അനീഷേട്ടനെ പലരും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അല്ലേ എന്തെല്ലാം പ്രശ്നം കഴിഞ്ഞ ആഴ്ചകളിൽ നടക്കുന്നു. ശരിയാണ്, അനിമോളുടെ പ്രശ്നം വന്നു. അനിമോൾ കിച്ചണിൽ ആരോടും ചോദിക്കാതെ ആ ഫുഡ് എടുത്ത് ഉണ്ടാക്കി കൊടുത്തു. അതൊരു ഹ്യൂമാനിറ്റിയുടെ പേരിൽ ഒരാൾ വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത ഫുഡാണ്. അപ്പോൾ അതിനെ ചൊല്ലി അനിമോളെ ജയിലിലേക്ക് അയച്ചു. പക്ഷേ അതിനേക്കാൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. അനിമോളുടെ മൂക്കിടിച്ചു പൊട്ടിച്ച അക്ബർ, പിന്നെ അനീഷേട്ടൻ കൈ കടിച്ചെന്നൊക്കെയാണ് പറയണത്. അനീഷേട്ടൻ്റെ മുതുവും തലയ്ക്കും കൂടി ഒരൊറ്റ ഇടി അക്ബർ കൊടുത്തത് ആരും കണ്ടില്ലായിരുന്നോ? മുട്ടുകൈ വെച്ചിട്ട് അനീഷേട്ടൻ്റെ, കാരണം താഴോട്ട് കിടന്ന് ഏറ്റവും ബാക്കിൽ നിന്ന അനീഷേട്ടൻ, കാരണം ഫ്രണ്ടിൽ 2 പ്രാവശ്യം ഫ്രണ്ടിൽ നിന്നത് കാരണം പെൺപിള്ളേർക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം കുറച്ച് താമസിച്ചെല്ലാം മാറി നിന്നതാണ്. അവിടെ ആദ്യം നമ്മുടെ അനിമോൾ നിന്നു, രണ്ടാമത് നൂറ നിന്നു, മൂന്നാമത് ആദിൽ നിന്നു. അത് കഴിഞ്ഞിട്ടാണ് അനീഷേട്ടൻ നിന്നത്. അപ്പോൾ അനീഷേട്ടൻ ഒരിക്കലും ഈ പെൺകുട്ടികളുടെ പുറത്തോട്ട് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അനീഷേട്ടൻ എന്താ ചെയ്തത്? മെഷീൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കിടന്നിട്ടാണ് ചെയ്തത്. ഇത് വാരിയെടുക്കാൻ വേണ്ടി, കാരണം പാവേനെ കിട്ടണ്ടേ. അപ്പോഴത്തേക്ക് അയാളുടെ മുതുകത്തും തലയിലും കൂടി ഒരൊറ്റ ഇടിയാണ് നമ്മുടെ അക്ബർ ഖാൻ ചെയ്തത്. അപ്പോൾ എന്നിട്ട് ആ പെട്ടെന്ന് പൊങ്ങിയപ്പോൾ കയ്യിലിരുന്ന പാവേനെ വലിച്ചെടുക്കാൻ ഭാവിച്ചു. കൈ ഒന്ന് അമുങ്ങി. അപ്പോൾ ഒട്ടും കളിച്ചില്ല. ആ കയ്യിൽ ചെറുതായിട്ടൊരു കടി വെച്ചു കൊടുത്തു. അതൊക്കെയാണ് ഇന്നത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ നമ്മുടെ അനീഷേട്ടൻ രാവിലെ മോർണിംഗ് ടാസ്കിൽ എന്തായിരുന്നു അറിയാമോ? നിങ്ങൾക്ക് എന്താണ് ബിഗ് ബോസ് ഹൗസിൽ എന്താണ് നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പോണത്? അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു, എനിക്ക് ഹൗസിനെ തന്നെ മിസ് ചെയ്യും. എനിക്ക് ഇവിടുത്തെ ആൾക്കാർ, ഞാൻ ഇതുപോലെ ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും നടക്കുന്നുണ്ടായിരുന്നു. ബിഗ് ബോസിൻ്റെ ആ ഒരു ഫ്രണ്ട് വശത്ത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പലരും കാണുന്നവർ, പലരും ഹേറ്റേഴ്സ് അല്ല, വേറെ കുറേ ആൾക്കാർ. കാരണം ഒരു കോമണർ ജയിക്കുന്ന അസൂയ പൂണ്ട് നടക്കുന്ന കുറേ എണ്ണം പറയുമായിരിക്കും അത് അയാളുടെ സ്ട്രാറ്റജിയാണെന്ന്. എന്തെങ്കിലും ആയിക്കോട്ടെ, ആസ് യൂഷ്വൽ അങ്ങനെ സംഭവിക്കും എന്നുള്ള എനിക്കറിയാം. കാരണം അങ്ങനെ തന്നെ പറയും. അപ്പോൾ അതിനുശേഷം ജയിലിൽ ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് എല്ലാം മിസ് ചെയ്യും ബിഗ് ബോസ്, എന്നെ ഇവിടെ തന്നെ നിർത്തിക്കൊള്ളാൻ. ഇന്നാളൊരു ദിവസം ഷാനവാസിനോട് പറയുന്നേട്ടു, എന്നെ ഇവിടെ തന്നെ നിർത്തിയിരുന്നെങ്കിൽ ഇവിടെ വാച്ച്മാൻ്റെ വല്ല പണി കിട്ടുമെങ്കിൽ ഞാനങ്ങ് നിന്നോളാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അനീഷിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ അനീഷ് അവിടെ അങ്ങ് നിൽക്കും. കാരണം അനീഷിന് 2 ബുക്കും പേനയും മാത്രം കിട്ടിയാൽ മതി, ഫോണും. അനീഷ് അവിടെ നിന്ന് എഴുത്തങ്ങ് തുടങ്ങും അല്ലേ. ഈ കഥകളും ഈ ഒരു അനുഭവങ്ങളെല്ലാം എഴുതാൻ തന്നെ ഒരു വലിയ സ്റ്റോറി എന്തായാലും അനീഷിനെ എഴുതാൻ പറ്റൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ജയിലിൽ വന്ന് കുറച്ച് നേരം നിന്നു. അതുപോലെ തന്നെ ഇനിയിപ്പം ഇത് കുറച്ച് കഴിയുമ്പോൾ തൊട്ട് ജയിലിൽ കിടക്കാനുള്ള ഭാഗ്യം കൊണ്ട് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ അനീഷേട്ടനെ വീണ്ടും ജയിലിലേക്ക് അയക്കുകയാണ്. ഈ ഒരു 5ാമത്തെ തവണയാണെന്ന് തോന്നുന്നു. 5ാമത്തെ തവണയാണ് അനീഷേട്ടൻ ജയിലിലോട്ട് പോണത് കേട്ടോ. അങ്ങനെ അനീഷേട്ടനെ വീണ്ടും ജയിലിലേക്ക് അയക്കുന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പി വീണ കാര്യം, ഈ ടാസ്ക് എത്ര നന്നായിട്ടാണെന്നറിയാം കളിച്ച്. ആര്യന് അക്ബർ പോയിന്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് അക്ബറിന് ഇത്രയും കൂടുതൽ ആര്യന് ഇത്രയും പോയിന്റ് കിട്ടിയത്. അക്ബറിൻ്റെ പാവം മൂന്നാമത് കിട്ടിയ പാവം മുഴുവൻ ആര്യന് കൊടുത്തു. പിന്നെ അതിനുശേഷം നെവിൻ മോഷ്ടിച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ അതിനുശേഷം ഈ കോയിൻസ് തന്നെ കള്ളത്തരത്തിൽ കോയിൻസ് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ചെയ്തിട്ടാണ് ആര്യന് ഇത്രയും പോയിന്റ് കിട്ടിയത്. 2ാം സ്ഥാനത്ത് അനീഷാണ് വന്നേക്കുന്നത്. അനീഷ് എത്ര അടിപൊളിയായിട്ട് കളിച്ചു. അനീഷ് 3ാമത് നിന്നിട്ട് ആ പെൺകുട്ടികൾക്ക് കൺസിഡറേഷൻ കൊടുക്കാതെ അനിമോളൊക്കെ വരുന്നതിന് മുമ്പ് അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും
അനീഷിന് തന്നെ ഫസ്റ്റ് കിട്ടിയേനെ, അനീഷിന് നല്ല പോയിന്റ് കിട്ടിയേനെ. അപ്പോൾ ഇത് കള്ളക്കളി കളിച്ചിട്ട് കിട്ടിയതാണ്. എന്നിട്ട് പറയുന്നത് അനീഷിനെ വീണ്ടും ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ഈ അക്ബർ അനിമോളെ മൂക്കിന് ഇടിച്ച് പരത്തിയ മൂക്കിൻ്റെ എല്ല് പൊട്ടി ചോര വന്നു, പിന്നെ അനിമോളെ ദേഹത്തോട്ട് കിടക്കുമായിരുന്നു. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം, വൃത്തികെട്ട രീതിയിലല്ല ഞാൻ പറയുന്നത്. ഒരു ഇത്രയും വണ്ണവും നീളവും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ, ഒരു പൊടി പെണ്ണ്, അത് അവൾക്ക് നീളവും ഇല്ല വണ്ണവും ഇല്ല, അതിൻ്റെ ദേഹത്തോട്ടൊക്കെ എത്ര നേരം എന്നറിയ കിടന്നു. അവൾ അയ്യോ 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 വിടടാ വിടടാ എന്നൊക്കെ വിട് എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടൊന്നും വിട്ടില്ല. എന്നിട്ട് പറയുവാണ് ഞാൻ കേട്ടതേ ഇല്ലെന്ന്. എന്നിട്ട് അവിടെ എവിടെയൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നേക്കൊണ്ട് തന്നെ അക്ബർ ഒരുപാട് അഭിനയിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നത്തെ ജയിലിൽ വീണ്ടും അനീഷേട്ടൻ തന്നെയാണ് ജയിലിലേക്ക് പോകുന്നത്. 5ാം തവണയും ജയിലിൽ പോവുകയാണ് ഗൈസ്. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലിൽ കിടക്കും തോറും പുള്ളിക്ക് ജനസമ്മതി കൂടിക്കൊണ്ടേയിരിക്കും. ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം തന്നെ നിൽക്കും. ഇനിയിപ്പോൾ ആര് PR, സാബു അല്ല, രജിസാറല്ല, പിന്നെ സാബുമോൻ അണ്ണനല്ല, പിന്നെ സീക്രട്ട് ഏജൻറ്റ് സായി കണ്ണനല്ല, സിജോ അല്ല, അതിനൊക്കെ ഒലിവ് ക്രിയേഷൻസ് അല്ല, നമ്മുടെ വേനൽ അണ്ണൻ, ആര് പറഞ്ഞാലും ജനസമ്മതി അനീഷേട്ടന് മാത്രമാണ്.